ഹായ് സ്റ്റുഡൻസ്. സോ വെൽക്കം ടു നമ്മുടെ അക്കൗണ്ടിങ് ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലേ, എന്താണ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ പൊസിഷൻസ് എന്താ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ്, വാട്ട് ഈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആൾക്കാർ. ഓക്കെ, ഇപ്പോഴും നമ്മളതിൻ്റെ ഫുൾ ഡെപ്തിലോട്ട് പറയുന്നത് അതായത് ഇതൊരു ലെങ്തി ചാപ്റ്റർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് ഞാൻ പറഞ്ഞു എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ഈ ബിസിനസ് ലൈഫിൽ ബിക്കോസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനം, എന്ത് കാര്യമാണ്. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്തിനുണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡെപ്ത് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നത്. സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അതായിരുന്നു നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ രണ്ടാമത്തെ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി തന്നെയാണ്, ഇതിലൊരു 4-5 യൂണിറ്റ്സ് വരുന്നുണ്ട്. എവറിത്തിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിന്റെ ബാക്കി തന്നെയാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ രണ്ടാമത്തതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. 1 എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിൽ. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഫസ്റ്റ് വാട്ട് ആർ ദ ഡിസ്കഷൻ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കി. എന്താണ് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്? പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ പ്രിപ്പയർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അത് നമുക്ക് ചെയ്യാനുണ്ട്. എക്സ്പ്ലെയിൻ ദ ബാലൻസ് ഷീറ്റ് ആസ് പെർ ഫോർമാറ്റ് നമ്മൾ പഠിച്ചില്ലല്ലോ, അത് ഇവിടെ പഠിക്കും ഫോർമാറ്റ്. അപ്രീഷിയേറ്റ് ദ മാർജിനിങ് ഓഫ് ബാലൻസ് ഷീറ്റ്, മാർജിനിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ക്ലാസിഫൈ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അസറ്റ്സും ലയബിലിറ്റീസും എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പഠിക്കും. പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, ഞാൻ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ട് സെപ്പറേറ്റ് സാധനം, രണ്ടും കൂടെ ഒരുമിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, നോക്കുക, ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ്. സോ നോക്കണം, ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്കിലും ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, നമ്മളതിന്റെ ഫോർമാറ്റ് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടാവുക നോക്കാം. ഡെബിറ്റ് സൈഡിന്റെ കഴിഞ്ഞതിൽ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഡെബിറ്റ് സൈഡ് ഓക്കെ, അവിടെ എന്തുണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. പർച്ചേസ് ഉണ്ടാവും. പിന്നെ എന്താണ്ടാവും? ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. ഓക്കെ, ക്യാരേജ് ഇൻവേർഡ് വേജ്. ഓക്കെ, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ എന്താണ്? സെയിൽസ് ഉണ്ടാവും. ക്രെഡിറ്റ് സൈഡിൽ എന്താണ്? സെയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ അവിടെ എന്തുണ്ടാവും? ലോസ് ആണെങ്കിൽ ലോസ്. അസേർട്ടിങ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ്? അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ലോസ് ആണ് മനസ്സിലാക്കുന്നത്. ഡെബിറ്റ് കോളം എന്ന് പറയുന്നത്, നമ്മൾ ഡെബിറ്റ് പറഞ്ഞാൽ എക്സ്പെൻസ് സൈഡ്. ഓക്കെ, ഡെബിറ്റ് കോളം ക്രെഡിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഡെബിറ്റ് കോളം എന്ന് പറയുന്നത് ചെറുതും ഡെബിറ്റ് ചെറുതും ക്രെഡിറ്റ് വലുതുമാണെങ്കിൽ, അവിടെ ക്രെഡിറ്റ് വലുതും ഡെബിറ്റ് ചെറുതുമാണെങ്കിൽ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. ഇനി ക്രെഡിറ്റ് ചെറുതും ഡെബിറ്റ് വലുതുമാണെങ്കിൽ അവിടെ ഗ്രോസ് ലോസ് ആണ്. മനസ്സിലാവും? ഇപ്പൊ ഡെബിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്പെൻസ് കൂടുതൽ. എക്സ്പെൻസ് കൂടുക ഓട്ടോമാറ്റിക്കലി ലോസിലോട്ട് പോകും. അത് നമ്മുടെ സെയിലിനേക്കാൾ കൂടി കഴിഞ്ഞാൽ അത് ലോസ്. സെയിലിന് അത്ര കൂടിയില്ല, ഡെബിറ്റ് സൈഡ് ഉണ്ട്, പക്ഷെ സെയിൽ എമൗണ്ട് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റെപ്സ് ടു ബി ഫോളോ വൈൽ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് അതായത് ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമുക്ക് അസറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഇത് നമുക്ക് ഇതിലോട്ട് പിന്നെ പറയാം. കാരണം ഇപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുക. അപ്പോൾ
ഇൻവെസ്റ്റിഗേഷൻ നോക്കിക്കോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കുറേ ഇൻഫർമേഷൻ മിസ്റ്റർ നന്ദ്ലാൽ ആൻഡ് ബ്രോസ് ഓക്കെ ഒരാളുടെ എന്ത് തന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫോർ ദ ഇയർ എൻ്റെ 31 മാർച്ച് 2014 എന്നത്തൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് 2014 31 മാർച്ച് പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകണം ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2014 കാര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ കുറെ കാര്യങ്ങളുണ്ട്. സ്റ്റോക്ക് അല്ലേ, അപ്പൊ നമ്മുടെ 31 മാർച്ച് 2014 എന്ന് പറയുന്നത് സബ്ജക്ട് മനസ്സിലാക്കണം. അപ്പൊ എന്നായിരിക്കും ഇതിന്റെ ഫൈനാൻഷ്യൽ ഇയർ? 1/4/2013 ടു എന്നായിരിക്കും? ടു ഏത് വരെ ആയിരിക്കും? 31 മാർച്ച് 2014 ആയിരിക്കും. ഇതായിരിക്കും അക്കൗണ്ടിങ് ഇയർ. അപ്പൊ നമുക്ക് അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതാണ് അക്കൗണ്ടിങ് എന്ന് വരുന്നത്. സാധാരണ 1 വർഷം എന്നൊക്കെ പറഞ്ഞ് ഞാനും ഫൈനാൻഷ്യൽ ഇയർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കണം ഫസ്റ്റ് സ്റ്റോക്ക് 1/4/2013 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, അത് തന്നിട്ടുണ്ട്. പർച്ചേസ് തന്നിട്ടുണ്ട്. പർച്ചേസ് ക്യാഷിന് പർച്ചേസ് ചെയ്തത് 4200, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തത് 18,000. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പർച്ചേസ് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വന്ന ചിലവാണ്. അത് എത്രയാണ്? 18,000. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം കൊടുത്തിട്ട് നമ്മൾ എന്താ പറയാ അവർക്ക് അത് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിലപ്പോൾ കൂലി കൊടുക്കേണ്ടി വന്നിട്ടും അത് 4,000. ക്യാരേജ് ഓൺ സെയിൽസ് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനം നമ്മൾ ചിലപ്പോൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ആ ഡെലിവറി ചാർജാണ് 800. ടെലിഫോൺ ചാർജ് എത്ര? 1,600. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഇലക്ട്രിസിറ്റി കൊടുത്തത് 1,200. ഓഫീസ് റെന്റ് എത്ര രൂപ? 6,000. സാലറി 8,000. ഡിപ്രീസിയേഷൻ 1,400. പിന്നെ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ടൊന്നും ജസ്റ്റ് സെയിൽസ് എത്ര? 72,000 സെയിൽസ്. റിട്ടേൺ ഇൻവാർഡ് എന്താ? റിട്ടേൺ ചെയ്ത് ഇൻവാർഡ് ഉള്ളിലോട്ട് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതെന്താ? ശരിക്കും റിട്ടേൺ ഉള്ളിലോട്ടാണ് റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് റിട്ടേൺ നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? സെയിൽസ് നമ്മൾ വിറ്റതായിരിക്കും. ഇത് ആക്ച്വലി എന്താ? സെയിൽസ് വിറ്റാണ് നമ്മൾ വിറ്റത് ഇതാക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കണം. അല്ല ജസ്റ്റ് വേർഡ് മാറിയെന്നുള്ളൂ, പക്ഷെ മീനിങ് എന്തെന്ന് സെയിൽസ് റിട്ടേൺ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 1,500. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡിസ്കൗണ്ട് 420. ഒക്കെ വരുമാനമാണ് പ്രോഫിറ്റ് സ്റ്റേറ്റിൽ വന്നത്. ഓക്കെ ഇനി ഇതിന്റെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ആദ്യം. അപ്പൊ ട്രേഡിംഗ് ആണ് എപ്പോഴും ഈ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെഡിങ്. സോ ഫസ്റ്റ് ബുക്സ് ഓഫ് ആരുടെ ബുക്കിൽ ഉണ്ടാക്കുന്നത്? ബുക്സ് ഓഫ് മിസ്റ്റർ നന്ദ്ലാൽ ആൻഡ് ബ്രദേഴ്സ്. ഓക്കെ ഹെഡിങ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. ഇതെന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? നിങ്ങൾ എന്താണ് ഹെഡിങ് കൊടുത്താലേ ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇത് എന്താണ് മനസ്സിലാവും. ട്രേഡിംഗ് അക്കൗണ്ടാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, ബാലൻസ് ഷീറ്റ് ആണ്, വേറെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, കുറേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാവണമെങ്കിൽ അപ്പൊ നിങ്ങളിത് എന്താണ് ഹെഡിങ് കൊടുക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ഹെഡിങ് കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഹെഡിങ് കൊടുത്തു ട്രേഡിംഗ്. പിന്നെ ഫോർ ദ ഇയർ എൻഡഡ് എന്നാണ് ഇത് ഏത് വർഷത്തെ മനസ്സിലാവും എന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച്. 31 മാർച്ചിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഫോർമാറ്റ് ഓർമ്മ ഉണ്ടല്ലോ. ഇത് സ്റ്റോക്ക്. ഇവിടെ സ്റ്റോക്ക് എഴുതുന്നതിനേക്കാളും നല്ലത് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നതാണ് നല്ലത്. ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഇവിടെ എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫോർമാറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് ആ ഫോർമാറ്റ് ആലോചിച്ചാൽ അത് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് അവർ പറയുന്നില്ല, പക്ഷെ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ട് എന്താണ് അല്ലേ? നമ്മുടെ ഫൈനാൻഷ്യൽ തുടക്കമല്ലേ അത് 1/4/2023 തുടങ്ങിയത്. സോ ഇത് അപ്പം എന്താണ് അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. ഇനി പർച്ചേസിനെ നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഫോർമാറ്റിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ പർച്ചേസിൽ നമ്മളത് ക്യാഷ് പർച്ചേസ് ആണ്, ക്രെഡിറ്റ് പർച്ചേസ് ആണ് എഴുതുന്നത്. അപ്പൊ അത് ഇവിടെ പക്ഷെ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ക്യാഷ് പർച്ചേസ് വേറെ, ക്രെഡിറ്റ് പർച്ചേസ്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇതില് രണ്ടും സെപ്പറേറ്റ് ആണെന്ന് ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ 42,000 പ്ലസ് 18,000. അപ്പൊ ടോട്ടൽ പർച്ചേസ് ഇത്ര വരും. 42,000 ക്യാഷ് കൊടുത്ത് കൊടുത്തു, 18,000 കടത്തിനും വരും.
അപ്പോൾ ടോട്ടൽ 60,000 രൂപ വരും. 60K. അപ്പോൾ ഇവിടെ പർച്ചേസ് ഇങ്ങനെ എഴുതാനുള്ള വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇവിടെ 60,000 എന്ന് എഴുതിയാലും മതി. ഇത് വേണമെന്നില്ല, സെപ്പറേറ്റ് ആഡ് ചെയ്ത് എഴുതണമെന്നില്ല, ഒരു ഒറ്റടിക്ക് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇവർ ക്യാഷ് വേറെ എഴുതി ക്രെഡിറ്റ് ചെയ്യും. ഇനി എന്തായിരുന്നു, പർച്ചേസ് റിട്ടേൺ ആണല്ലോ അല്ലേ. പക്ഷെ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ? പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യും. പർച്ചേസ് റിട്ടേൺ ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്? ഡയറക്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പർച്ചേസിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസിനാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കാം, ഏതൊക്കെ നോക്കാം, ഓരോന്നോന്നായിട്ട് നോക്കാം. പർച്ചേസ് അത് കഴിഞ്ഞു. ഫ്രൈറ്റ് ഇൻവേർഡ് എന്താ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വെയിറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരേജ് ഓൺ സെയിൽ ഇത് ഡയറക്റ്റ്, ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. സെയിൽ ചെയ്യാൻ വേണ്ടി അത് നമ്മളിവിടെ നോക്കേണ്ട ആവശ്യം. മനസ്സിലായി? സെയിൽ ചെയ്യാൻ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാരേജ്. അല്ലാത്ത കാരേജ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, അത് ഡയറക്റ്റ് എക്സ്പെൻസ്. സെയിലിന് വേണ്ടിയിട്ടുള്ള അത് ഡയറക്റ്റ് അല്ല. അത് മേടിക്കുക പർച്ചേസിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിന് നമ്മളെന്ത് പറയുന്നത്, നമ്മൾ ഡയറക്റ്റ്. അപ്പോൾ അതല്ല. ടെലിഫോൺ ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഇലക്ട്രിസിറ്റി ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആവശ്യമുണ്ടോ? ഓഫീസ് റെന്റ് അല്ല, സാലറി ഡിപ്പോസിറ്റ് ഇതൊന്നും അല്ല. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അതായത് ഫ്ലൈറ്റ് ഇൻവോർഡും വെയിറ്റ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതി ഞാൻ ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, ഡയറക്റ്റ് എക്സ്പെൻസ്. കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഫ്ലൈറ്റ് എഴുതി എത്ര, 1500. വെയിറ്റ് എത്ര, 400. ഇപ്പം എത്ര എഴുതിയല്ലോ, ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായി. ഈ പ്രോഫിറ്റ് ഇവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ അറിയില്ല. ഇതിപ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ, ഇപ്പോൾ നമുക്ക് അറിയില്ല ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അവിടെ എല്ലാം. ഇനി നമ്മൾ ക്രെഡിറ്റ് സെയിലോട്ട് വരും. ക്രെഡിറ്റ് സെയിൽ നമ്മുടെ ഫോർമാറ്റിൽ എന്തുണ്ടാവും, ഫസ്റ്റ് സെയിൽ. ഓക്കെ, സെയിൽ ഇവിടെ 72,000 റുപ്യേൻ്റെ സെയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് 2,000 റുപ്യേൻ്റെ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ സെയിൽ എത്രയാണ്, 70,000 ഉണ്ടാവുള്ളൂ. കാരണം 72,000 നടന്നുണ്ടെങ്കിലും 2,000 റുപ്യ റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ സെയിൽ നമുക്ക് എത്ര കാണിക്കാൻ പറ്റുള്ളൂ, സെയിൽ മൈനസ് റിട്ടേൺ. പർച്ചേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ട് വേണം ഇവിടെ പർച്ചേസ് ചെയ്യാൻ. മനസ്സിലായി? അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽ എഴുതി. പിന്നെ അവിടെ എന്തായിരുന്നു, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് അവർ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട്. അവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്. ഇത്ര തന്നെ. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിലെത്തുന്നു. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ഗ്രോസ് ലോസ്. അപ്പോൾ ഇത് നമുക്ക് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തിയാൽ, ഇനി ഞാൻ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ലോസ് ഇതില്ല. ഓക്കെ, താഴെയുള്ള ഇതൊന്നും ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇതിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഡെബിറ്റ് സൈഡ് പറഞ്ഞാൽ ഈ സൈഡ്. ഓക്കെ, ആദ്യം നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യാം, കാരണം ക്രെഡിറ്റ് സൈഡ് രണ്ടാവും. ഞാനെന്ത് 70,000 സെയിലും ഉണ്ട്, സ്റ്റോക്ക് എത്ര ഉണ്ട്, 7,200 ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 77,200 കിട്ടി. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് എത്രയാണ്, 77,200. ഇനി ഇതിന്റെ ഡെബിറ്റ് സൈഡ് നോക്കാം. ഡെബിറ്റ് സൈഡ് ഒരു 5,800 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പർച്ചേസ് 60,000 ഉണ്ട്. പിന്നെ അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യാം. ഓക്കെ, ഡെബിറ്റ് സൈഡ് ഇവിടെ എന്തൊക്കെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു, 5,800. പർച്ചേസ് 60,000. പിന്നെ 1,800, 4,500. ഇത്രയും ഒക്കെ പാടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നത്. 5,800 പ്ലസ് 60,000 പ്ലസ് 1,800 പ്ലസ് 72,700. തുടർന്ന് ഓക്കെ 72,700. അപ്പൊ ഡെബിറ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 72,700. ഇത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് അല്ല ഇപ്പോൾ കൂടുതൽ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ. ഡെബിറ്റ് സൈഡ് എത്ര ഉള്ളൂ, ഇവിടെ എഴുതുന്നത് ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് എത്ര കിട്ടിയാൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ 72,700. അപ്പൊ നോക്കിക്കോ, ഇവിടെ നോക്കടാ, ക്രെഡിറ്റ് സൈഡ് ക്രെഡിറ്റ് എത്ര, 77,700. ഡെബിറ്റ് സൈഡ് ഏതാ, 72,700. അപ്പോൾ ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലും. അപ്പൊ നോക്കട്ടെ, ഇവിടെ നമുക്ക് മനസ്സിലാവും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് നമ്മുടെ ഇൻകം. ഇവിടെ ഇതാ പറഞ്ഞാൽ നമ്മുടെ എന്ത് എക്സ്പെൻസ്.
അപ്പൊ ഇൻകം മൈനസ് എക്സ്പെൻസ് ഇതിൽ ആരാ കൂടുതൽ? ഇൻകം അല്ലട കൂടുതൽ. അപ്പൊ ഇത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഇവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. ഇവിടെ എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ്. കാരണം ഇൻകം ആണ് കൂടുതൽ. നമ്മൾ മൈനസ് ചെയ്യുക അല്ലെ? മൈനസ് ചെയ്ത് നോക്കാൻ പറ്റും. 0 മൈനസ് 0 0 മൈനസ് 0 അത് 12 12 7 പോയാൽ 5 ഓക്കെ 6 6 ഓക്കെ ഇവിടെ നമുക്ക് ചെയ്ത് 27 27 4500 ആയിരുന്നു. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്ത് നോക്കാം. എത്രയായിരുന്നു? 5800 പ്ലസ് 60000 പ്ലസ് 1800 പ്ലസ് 5400. എത്ര? ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇത് 72,700 അല്ല, ഇത് 72,100. 72,100. അപ്പോൾ ഇവിടെ മാറ്റി. ഇവിടെ വരണം. ഇവിടെ ഇതെന്താണ്? 72,100. ഓക്കെ. ഇനി ഡിഫറൻസ് ആണ്. ഇപ്പോഴും ഇൻകം തന്നെ കൂടുതൽ, എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 77 200. എത്ര വരും? 5100 ആണ് എന്ത് ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ ഈ 5000 ഇൻകം കൂടുതലാണ്. അപ്പൊ നോക്കണം, ഇപ്പൊ ഏത് സൈഡ് നമ്മളിപ്പോ ബാലൻസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. എവിടെ കൂടുതൽ അവിടെ ആദ്യം ബാലൻസ്. ഇപ്പൊ 77,200. പക്ഷെ ഇവിടെ ഈ 77,200 കുറവല്ലേ? അപ്പൊ ആ കുറവുള്ളത് നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് എപ്പോഴും ഡെബിറ്റ് സൈഡിൽ വരും. മനസ്സിലായോ? ഗ്രോസ് ലോസസ് ക്രെഡിറ്റ് സൈഡിൽ വരും. ഇവിടെ 5000 വരുന്നു. മനസ്സിലായോ? എന്നിട്ട് രണ്ടും ടാലി ചെയ്ത് അക്കൗണ്ട്സ് എപ്പോഴും ടാലി ചെയ്ത് കണ്ടത് 77,200. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് ഇത് ട്രേഡിംഗ് അക്കൗണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിട്ട് ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളൊക്കെ എന്താ എടുക്കാത്തത്? അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തത് നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാലോ. കാരണം നമ്മൾ ആൾറെഡി ഉപയോഗിച്ചത്, അതായത് ആൾറെഡി എടുക്കാത്ത നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോയി നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഏതൊക്കെ ഉപയോഗിച്ചു ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേറൊരു കളറോട് മാർക്ക് ചെയ്യാം. റെഡ് കൊണ്ട്. ഇനി അത് എടുക്കണ്ടല്ലോ. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത്, പർച്ചേസ് എടുത്ത്, പർച്ചേസ് ക്രെഡിറ്റ് ചെയ്ത്, പ്രൈസ് എടുത്ത്, വെയിറ്റ് എടുത്ത്, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത്, സെയിൽസ് എടുത്ത്, സെയിൽസ് റിട്ടേൺ എടുത്ത് അല്ലേ. ബാക്കിയുള്ളത് അവിടെ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ളത് ഇത്രയും നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞു? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞു. ഓക്കെ. ഇത് നോക്കണം, ഇൻകം എക്സ്പെൻസ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിലുണ്ട്? കാരണം പറഞ്ഞു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? ഇൻകം, ഇത് നമ്മൾ അസറ്റിനെ കുറിച്ചോ ലയബിലിറ്റിനെ കുറിച്ചോ ക്യാപിറ്റലിനെ കുറിച്ചോ എവിടെ മുണ്ടില്ല ട്രേഡിംഗ് ആൻഡ് ഇപ്പൊ ഇനി ബാക്കി ഉപയോഗിച്ച് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാം. ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ട് പോലെ തന്നെയാണ് ആക്ടിവിറ്റി. ഇതിന്റെ ഫോർമാറ്റ് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. സോ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പൊ നോക്കിയോ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്? What is profit and loss account? Profit and loss account എന്താ? ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാക്കിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കണം, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇവിടെ എഴുതിയില്ല. ഇവിടെ എവിടെ നമ്മൾ എഴുതിയത്? ഡെബിറ്റ് സൈഡിൽ എഴുതി. അത് നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടുന്ന് ഡെബിറ്റിന് ക്രെഡിറ്റിലോട്ട് പോവുക. കണ്ടോ? ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ട്രേഡിംഗ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ 5100 തന്നെ ഇവിടെ എഴുതി. മനസ്സിലായോ? അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുക. ആദ്യം അത് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലോട്ട് എഴുതുക. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ ജസ്റ്റ് ഇത്ര ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എഴുതി. ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എടുക്കാത്തതുണ്ടല്ലോ, കുറെ എക്സ്പെൻസസ് ഉണ്ട്. എക്സ്പെൻസസ് ആദ്യമാണ് ക്യാരേജ് ഓൺ സെയിൽ. ഓക്കെ, ഒരു എക്സ്പെൻസ് ആണല്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഡെബിറ്റ് ചെയ്യും. ഇവിടെ ഡെബിറ്റ് സൈഡ്, ഇതല്ല ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഇവിടെ പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതല്ല, ബാലൻസ് ചെയ്യുന്ന നമ്മൾ എവിടെ കിട്ടുക? ഡെബിറ്റ് സൈഡിലായിട്ട്. പക്ഷെ നമ്മളത് എഴുതുമ്പോൾ എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. ഇനി നോക്കിക്കോ, നെറ്റ് ഇത് ഞാൻ നോക്കാം. അപ്പൊ 800 രൂപ എന്ത് ചെയ്തു? 800 രൂപ
ഞാൻ കാരേജ് ഓൺ സെയിൽസ് അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ റദ്ദാക്കണ്ടേ, റദ്ദാക്കണം. അപ്പോൾ കാരേജ് ഓൺ സെയിൽസ് ഇവിടെ എഴുതി 800 രൂപ കണ്ടല്ലോ ഇവിടെ 800 എഴുതി. ഓക്കെ, എഴുതി. ഓക്കെ, ടിക്കറ്റ്. അടുത്ത ഏതാ? ടെലിഫോൺ ഓർ ചാർജർ. ടെലിഫോൺ എന്ന് പറയുന്നത് എന്താ? ചാർജർ എക്സ്പെൻസ് അല്ലേ 1600, അത് തന്നെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഡെബിറ്റ് ചെയ്യാം. ടെലിഫോൺ ചാർജർ ഉണ്ടോ? അത് ഇവിടെ എഴുതി 1600. ഈ ഇലക്ട്രിസിറ്റി ബിൽ അടുത്ത ഏതാണ്? ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ ഒരുമിച്ച് ഒരുമിച്ച് എഴുതിക്കോട്ടെ. ഒരുമിച്ച് ഇലക്ട്രിസിറ്റി ബില്ല്, റെന്റ്, സാലറി, ഈ 3 ഒരുമിച്ച് എഴുതി. ഇതൊക്കെയാണ് ഇലക്ട്രിസിറ്റി ബില്ല്, സാലറീസ്, അതുപോലെ തന്നെ ഏത് റെന്റ്. ഓക്കെ, അതുപോലെ ഡിപ്രീസിയേഷൻ എന്താണ്? അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. ഓക്കെ, എല്ലാം കൂടെ എഴുതി. ഇലക്ട്രിസിറ്റി ബില്ല്, ഓഫീസ് റെന്റ്, അതുപോലെ തന്നെ സാലറീസ്, ഡിപ്രീസിയേഷൻ എല്ലാം എഴുതിയല്ലോ, എല്ലാം എഴുതി. എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞു. ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇവിടെ സൈഡൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കാൻ പോകും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി എടുക്കാത്ത ഇവിടെ കുറച്ചെണ്ണം കിടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് കിട്ടിയതാ. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതും നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയത് അത് ഇൻകാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അത് എവിടെ കൊണ്ട് എഴുതാമെന്ന് അറിയാം? ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡ് ഇവിടെ എഴുതി. ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ താഴെ എഴുതി. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം എത്തി. ഇനി നോക്കിയപ്പോൾ അപ്പോൾ എല്ലാം നമ്മൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി. ഇനി എടുക്കാത്തതായിട്ട് ഇവിടെ ഏതെങ്കിലും ഉണ്ടടാ? ഇല്ല, നമ്മൾ റെഡ് മാർക്ക് ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ട്? ഇല്ല. ദെൻ നമ്മളിവിടെ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം രണ്ട് സൈഡും ടോട്ടൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇത് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് വേണ്ട. ഓക്കെ, അത് നമുക്കറിയില്ല. നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അപ്പോൾ ആദ്യം ഡെബിറ്റ് സൈഡിൽ ഓപ്പൺ ചെയ്യും. ഡെബിറ്റ് സൈഡ് ഏതൊക്കെ? 800 ഉണ്ട്, പ്ലസ് 1600, പ്ലസ് 1200, പ്ലസ് 6000, പ്ലസ് 8000, പ്ലസ് 1400. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. 800, 1600, 1200, 6000, 8000, 1400. എത്ര കിട്ടിയെന്ന് അറിയോ? 19000 കിട്ടി. എത്ര കിട്ടി? 19000. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇനി ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ എത്ര ഏതൊക്കെയുള്ള ക്രെഡിറ്റ് സൈഡ്? ഒരു 5100 ഉണ്ട് ഗ്രോസ് പ്രോഫിറ്റ്, പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഇതുണ്ട്. എത്ര? 1500, പ്ലസ് 1200 ഉണ്ട്. എല്ലാം കൂടെ ആഡ് ചെയ്യും. എത്ര വരും? എല്ലാം ആഡ് ചെയ്തപ്പോൾ 7800 വന്നു. എത്ര വന്നു? 7800. അപ്പൊ നോക്കടാ, ഇതെന്ന് പറയാൻ ഡെബിറ്റ് സൈഡ് എപ്പോഴും എക്സ്പെൻസ്, ഇത്ര എക്സ്പെൻസീവ്. പക്ഷെ ഇൻകം എന്ന് പറയുന്നത് ഇനി എത്രയേ ഉള്ളൂ? ഇത്ര ഇൻകം. അപ്പൊ ഇതിന്റെ ഏത് സൈഡ് കൂടുതൽ? ഡെബിറ്റ് സൈഡ് കൂടുതലാണ്, ക്രെഡിറ്റ് സൈഡ് കുറവ്. അതായത് ചെലവ് കൂടുതലും വരുമാനം കുറവാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലോസ് ആയി. അപ്പൊ നമ്മൾ എത്ര ലോസ് കാണാൻ വേണ്ടി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. 19000 മൈനസ് 7800. ഓക്കെ, 19000 മൈനസ് 7800 എത്ര വരുന്നത്? 11200. 11200. അപ്പൊ നോക്കട്ടെ, ഇത്രയും ലോസ്, അതാണ് ആ കമ്പനിയുടെ ആ വർഷത്തിലെ ലോസ് എന്ന് പറയുന്നത്. 11200 ഉണ്ടോ ലോസ് വന്നു. പക്ഷെ എന്നിട്ട് നമ്മളിവിടെ ലോസ് ആണ്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആയപ്പോൾ ഇവിടെ എഴുതിയ ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ചെയ്ത് നമ്മളിവിടെ എന്ത് ചെയ്യും? നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് കണ്ട, ഇത് വേണ്ട. ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ട. നെക്സ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. നെറ്റ് ലോസ് എത്ര എഴുതും? 11200. എന്നിട്ടുണ്ടോ രണ്ട് സൈഡ് വേണ്ട. ഇവിടെ 19000, ഇവിടെയും 19000. പിന്നെ ഓട്ടോമാറ്റിക് രണ്ട് സൈഡും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 19000 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പെട്ടെന്ന് നോക്ക്. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോ. ഇനി നമ്മളിതിൽ ഒന്നും ഉപയോഗിക്കാണ്ട, എല്ലാം നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, എല്ലാത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്? ഓക്കെ ആണല്ലോ. Okay, everything is fine. All right. Can you hear me? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇനി ഇല്ലുസ്ട്രേഷൻ ചെയ്യുമെന്ന് നോക്കി വായിച്ചോക്കെ. എന്താ ഇല്ലുസ്ട്രേഷൻ? പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ എന്തിനാ പിന്നെ ട്രേഡിംഗ്? അപ്പോൾ ചിലർക്ക് ഡൗട്ട് വരും, എന്തിനാ പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാകും?
ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പറേറ്റിംഗ് എന്ന് മാത്രം തന്നെ ചില ആൾക്കാർക്ക് ഓപ്പറേറ്റിംഗ് തന്നെ ഇഷ്ടപ്പെടും, ചിലയിടത്ത് അപ്പൊ നോക്കണം നമുക്ക് പിന്നീട് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇത് എവിടെയാണ് പ്രശ്നം എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ബിസിനസ്സിൽ എവിടെയാണ് പ്രശ്നം, പ്രശ്നം എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്താലേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ട്രേഡിംഗ് അക്കൗണ്ട് സെപ്പറേറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ട്രേഡിംഗ് സെപ്പറേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എല്ലാ എക്സ്പെൻസും ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള റീസൺ എവിടെയാണ് ഒരു ബിസിനസിന്റെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി നോക്കിക്കോ, വേറൊരു അക്കൗണ്ട് തന്നിട്ടുണ്ട്, രമാണി എന്താ രാമൻ ഇറാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. ഇതിൽ അറിയാത്ത ഒന്നുമില്ല, അതായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇത് ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയില്, റിട്ടേൺ ഔട്ട്വാർഡ്. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ടല്ല കേട്ടോ തന്നിട്ടുള്ളത്, തല തിരിച്ചിട്ടൊക്കെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നോക്കടാ, അതിൽ വേറെ കാര്യം നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നോക്കടാ, ബിൽസ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ബിൽസ് റിസീവബിൾ, ഈ ബിൽസ് റിസീവബിൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ അസെറ്റ് ആണ്. അസെറ്റ് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇവർ ആൾറെഡി ചെയ്തിട്ടുണ്ട്, സോ നമ്മൾ അതിലൂടെ ഒന്ന് റിവൈസ് ചെയ്യണം, കാരണം ഒന്നുകൂടെ ഡെപ്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ഇത് എഴുതി, ഓപ്പണിംഗ് 14,000 പർച്ചേസ് തന്നിട്ടുണ്ട്, ഇപ്പോൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ എഴുതിയത് നമുക്ക് ഇങ്ങനെ റെഡിഷ് ചെയ്യാം, പർച്ചേസ് എഴുതി. ഇനി റിട്ടേൺ ഔട്ട്വാർഡ്, നമ്മൾ പുറത്തോട്ടാണ് റിട്ടേൺ ചെയ്തത്. അപ്പൊ അത് എന്ത് റിട്ടേൺ ആണ്? ഈ റിട്ടേൺ ആണ് ഇത് പർച്ചേസ് റിട്ടേൺ. പുറത്തേക്ക് നമ്മൾ എന്താ റിട്ടേൺ ചെയ്യാം, നമ്മൾ പർച്ചേസ് ചെയ്തത്. സെയിൽ ആണെങ്കിൽ റിട്ടേൺ ഇൻവാർഡ് ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ആ പർച്ചേസ് റിട്ടേൺ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ പർച്ചേസ് എന്നിട്ട് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം അത് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസിന് റിട്ടേൺ കൊടുത്തത് എത്രയാണോ അതാണല്ലോ ആക്ച്വൽ പർച്ചേസ്. അതുപോലെ ഓക്കെ, അപ്പോൾ കഴിഞ്ഞതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം. റിട്ടേൺ അബ്വാർഡ് ചെയ്ത് പിന്നെ പർച്ചേസ് ചെയ്യും. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ, ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാ? കാരേജ് ഇൻവോൾവ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇത് ട്രേഡിംഗ് എക്സ്പെൻസ് പറഞ്ഞിട്ടൊന്ന് കാണിക്കുന്നുണ്ട്, മേ ബി അത് എന്ത് ചെയ്യാം, വേണ്ട, അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാരേജ് ഇൻവോൾവ് മാത്രമേ ഡയറക്റ്റ് എക്സ്പെൻസിൽ അത് 2,200 ആയിരിക്കും. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിലോട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നോക്കുകയാണ്, എന്തൊക്കെ എടുക്കണം? സെയിൽസ് വേണ്ടേ? സെയിൽസിന്റെ റിട്ടേൺ ഉണ്ടോ? സെയിൽസ് റിട്ടേൺ അറിയുന്നുണ്ട്. റിട്ടേൺ എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല, റിട്ടേൺ ഉണ്ടാവില്ലായിരിക്കും. ഇതുണ്ടെങ്കിൽ എടുത്താൽ മതി. സെയിൽസ് റിട്ടേൺ, സെയിൽ റിട്ടേൺ ഇല്ല, സെയിൽസ് റിട്ടേൺ. പിന്നെ എന്താണ് ക്രെഡിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഉള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ അതോട്ട് നോക്കട്ടെ, നമ്മൾ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഡെബിറ്റ് സൈഡും കണ്ടു, ക്രെഡിറ്റ് സൈഡും കണ്ടു. ഡെബിറ്റ് സൈഡ് കണ്ടപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് എത്ര വരുന്നത്? 1,14,000. ഇത് ആഡ് ചെയ്താൽ മനസ്സിലാവും. ഇതിന്റെ ആഡ് ചെയ്ത് 1,14,000 ആയിരുന്നു. ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് വരുന്നത് ഈ മൂന്നെണ്ണത്തിന് സമയം എത്ര വരുന്നതെന്ന് അറിയാം? 14,600, 6,500 പ്ലസ് 2,200, 83,200 വരുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത്ര ചെലവായതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1,14,000. എത്ര? 3,080. 30,800. അപ്പൊ 30,800 ഇതെന്താ? ഇത്രയും വരുമാനം ഉണ്ട്, പക്ഷെ ഇത്രയും ചെലവായതില്ല. അപ്പൊ ഇതെന്താ? മനസ്സിലായോ? അപ്പൊ അത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഞാനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഡെബിറ്റിൽ എഴുതി. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആവണം. കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഇവിടെ നമ്മൾ ഹെഡിങ് ഒന്നും മറക്കരുത്, ഹെഡിങ് എഴുതണം. ട്രേഡിംഗ് ക്ലിയർ എന്താന്ന് വേണ്ട. ഇനി ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? അതിന്റെ തൊട്ട് താഴെ നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഇത് നേരെ ഇങ്ങോട്ട് വരും. ഉണ്ടോ? 10,800. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി ബാക്കിയുള്ള ഓരോന്നും നോക്കും. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ നമ്മൾ എടുക്കേണ്ട ആവശ്യം എന്താ?
ഇല്ല. ക്യാപിറ്റലും ലയബിലിറ്റി അത് എവിടെയാണ് വരുന്നത്? ബാലൻസ് ഷീറ്റിൽ വരിക. സോ അത് മെയിൻ ചെയ്യണ്ട. അവിടെ നോക്കാം. ഡ്രോയിങ്സ് ചിലപ്പോൾ ഡ്രോയിങ്സ് ആണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഓക്കെ ഓക്കെ ഇവർ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടില്ല. സോ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. നമ്മൾ പറയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ താൽക്കാലം ഡ്രോയിങ്സ് അടക്കട്ടെ. ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്തതായിരിക്കും. ഇപ്പോൾ ഇൻഷുറൻസ് എത്ര രൂപ അടച്ചിട്ടുണ്ട്? 1600. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എഴുതണം. ഉണ്ടോ? ഇൻഷുറൻസ് എഴുതി. ഓക്കെ ഇൻഷുറൻസ് കൊടുത്ത കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിത് റെഡ് ഇഷ്യൂ ഇൻഷുറൻസ്. നിങ്ങളിത് റെഡ് ഒന്നും ചെയ്യേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറയും. പിന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അല്ല. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. അത് ഡെബിറ്റ് ചെയ്യും. കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാതെ ഇവിടെ എഴുതി. ഓക്കെ ഇനി സെയിൽസ്മാൻ സാലറി എന്താണ്? ഈ സാലറി നമ്മൾ എന്താ എഴുതാത്തെ? പർച്ചേസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രം എവിടെ എഴുതുന്നു? ബാക്കിയൊക്കെ നമുക്ക് സെയിൽസ് ആൻഡ് സാലറി എവിടെ എഴുതി? പിന്നെ ട്രേഡിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഒരു ക്രെഡിറ്റ് സൈഡിൽ എഴുതിക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നോക്കാം, അത് നമ്മൾ ഇതിൽ കൊണ്ടുപോയി എക്സ്പെൻസിൽ എഴുതി. ട്രേഡിംഗ് എക്സ്പെൻസ്. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് അല്ലേ, നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട്, അങ്ങനത്തെ ഡിസ്കൗണ്ട് 1200. ഇനി നോക്കട്ടെ. ഇനി അടുത്ത ഏതാ ഇനി ഇവിടെ ബാക്കിയുള്ളത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് കിട്ടിയത് വരുമാനമാണ്. ഇതാണ് ഇവിടെ എഴുതണം. ഡിസ്കൗണ്ട്. ഇനി നോക്കട്ടെ. ബിൽസ് റിസീവബിൾ അസറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഇല്ല, അത് ബാലൻസ് ഷീറ്റിൽ ചെയ്യേണ്ടാവും. ഡെപ്റ്റേഴ്സ് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ. ഇതും എന്താണ്? അസറ്റ് ഇവിടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ക്യാപിറ്റലായിട്ട് റിലേറ്റഡാ. ഇതും ക്യാപിറ്റലാണ്. ഡ്രോയിങ്സ് പറഞ്ഞാൽ ക്യാപിറ്റലിന് വലിക്കുന്ന പൈസന് ഉണ്ട് ഡ്രോയിങ്സും വേണമെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റലിന് ലെസ് ചെയ്ത് കാണിച്ചാലും കുഴപ്പമില്ല. വേണമെങ്കിൽ ഡ്രോയിങ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ളതിന് ആ ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇൻകം എക്സ്പെൻസ് മാത്രമേ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ട്രേഡിംഗ്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി? ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ്, അതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്ത് വന്നത്. ലോസ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ. അപ്പൊ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ചെയ്യുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുതി പഠിക്കും. ഓക്കെ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി അടുത്തൊരു ടോപ്പിക്. സോ നോക്കിക്കോ, ബാലൻസ് ഷീറ്റ്. എന്താണ് ഇനി ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇത് പഠിച്ചു, അതിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ. ഓക്കെ അപ്പോൾ നോക്കിക്കോ, ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിക്കോ. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇവിടെ കുറെ കാരണങ്ങളുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളുണ്ടാവുക. ഇവിടെ ഇൻകം ഇത് ഉണ്ടാവില്ല കേട്ടോ. അവിടെ വെച്ചാൽ ഇവിടെ ഇൻകം എക്സ്പെൻസ് ഉണ്ടാവില്ല. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻകം എക്സ്പെൻസ് മാത്രമേ ഇവിടെ ട്രേഡിംഗ് ആക്കുള്ളൂ. ഇവിടെ അത് ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുക അസറ്റ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും. വേറെ സാധനം ഉണ്ടാവില്ല. ഈ മൂന്ന് സാധനം. ബാലൻസ് ഷീറ്റ് നോട്ട് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ഒന്നല്ല ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഹാസ് 2 സൈഡ്സ്. അസറ്റ് സൈഡും ഉണ്ട്, ലയബിലിറ്റി സൈഡും ഉണ്ട്. ബാലൻസ് ഷീറ്റിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സൈഡിൽ ശരിക്കും നമ്മൾ അല്ലേ, ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടോ? ഇവിടെ നമ്മൾ ഈ സൈഡ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താ എഴുതുന്നത്? എക്സ്പെൻസ് എഴുതും. ക്രെഡിറ്റ് സൈഡിൽ ആക്ച്വലി എന്തെല്ലാം എഴുതുന്നത്? ഇൻകം എഴുതും. ഉണ്ടോ? പ്രോഫിറ്റ് ഒക്കെ ഇവിടെ എഴുതുന്നത്, ഇൻകം എഴുതും. അങ്ങനെ. ഇനി ബാലൻസ് ഷീറ്റിന് ഇതേമാതിരി 2 സൈഡ് ഉണ്ട്. ബാലൻസ് ഷീറ്റിന് ഒരു സൈഡിൽ നമ്മൾ അസറ്റ് എഴുതും, മറ്റേത് സൈഡിൽ നമ്മൾ ലയബിലിറ്റി എഴുതും. ഈ ലയബിലിറ്റിയിൽ ആരുടെ ഇൻക്ലൂഡഡ് ആണ്? ക്യാപിറ്റലിലൂടെ ഇൻക്ലൂഡഡ് ആണ്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ബോത്ത് ദ അതർ ലയബിലിറ്റി ആൻഡ് ദ ഓണേഴ്സ് ലയബിലിറ്റി. ഓണേഴ്സ് ലയബിലിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? ഇനി എന്തിനാണ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റിന് നീഡ് എന്താണ്? സോ നോക്കിക്കോ, എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, അതിന്റെ പേർപ്പസ്. ഫസ്റ്റ് വൺ, ബാലൻസ് ഷീറ്റ് prepared measure the true financial position of a
ബിസിനസ് എൻറ്റിറ്റി, ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യലി എങ്ങനെയാണ്, ഫൈനാൻഷ്യലി സ്ട്രോങ് ആണോ, കമ്പനി എത്ര കടം കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് ബിസിനസ് യൂണിറ്റ് ഓൺസ് ആൻഡ് വാട്ട്, എന്താണ് ബിസിനസ് ഓൺ ചെയ്യുന്നത്, എത്ര സ്വത്തുണ്ട് അല്ലെങ്കിൽ സമ്പാദ്യമുണ്ട്, വാട്ട് ഇസ് എത്ര കൊടുക്കാനുണ്ട്, അത് എവിടെ നോക്കിയാൽ അറിയാം. കാരണം പറഞ്ഞില്ലേ, ഒരു സൈഡ് അസറ്റ്, അസറ്റ് പറഞ്ഞാൽ എന്താ, നമ്മുടെ സമ്പാദ്യം ബാലൻസ് ഷീറ്റിൽ കാണാം. ലയബിലിറ്റി എന്ന് പറഞ്ഞാലോ നമ്മൾ പൈസ കൊടുക്കുക. അപ്പോൾ അത് രണ്ട്. ബാലൻസ് ഷീറ്റ് ഷോ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺഡ് ഗ്യാരൻസ്. എന്ത് ഫൈനാൻഷ്യൽ പൊസിഷൻ, അത് നോക്കണപ്പോൾ ഡെപ്റ്റ് ലയബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കമ്പനി വളരെ മോശം അവസ്ഥയിലാണ്. ഓക്കെ, അസറ്റിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ് ലയബിലിറ്റി. കടം പോയിട്ട് കൂട്ടിക്കാണ് കമ്പനി. Creditors, financiers are particularly interested in the balance sheet. Okay, creditors. ഇപ്പോൾ നമ്മൾ ഒരാളെ കടം മേടിക്കുമ്പോൾ അയാൾ ആദ്യം ചോദിക്കുക നമ്മുടെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും. ബിക്കോസ് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും അയാൾക്ക് കമ്പനിയുടെ പൊസിഷൻ എന്താണെന്ന് പറ്റും. ഇനി ഗ്രോത്ത് അസറ്റ് ആൻഡ് ലയബിലിറ്റി, നമ്മൾ അസറ്റും ലയബിലിറ്റിയാണ് എന്തിലുള്ളത്, നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ഒരു സൈഡിൽ അസറ്റും ഒരു സൈഡിൽ ലയബിലിറ്റി. അപ്പോൾ അസറ്റിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ താഴെ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റ് കറണ്ട് അസറ്റ്. പിന്നെ നമ്മുടെ ലിക്വിഡ് അസറ്റ് ഉണ്ട്. ലിക്വിഡ് അസറ്റ് പറഞ്ഞാൽ ക്യാഷ്, ബാങ്ക്, അല്ലേ, അതതിനൊക്കെ ലിക്വിഡ്. ലിക്വിഡ് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൈസ ആക്കാൻ പറ്റുന്നതിന് ലിക്വിഡ് അസറ്റ്. ഓക്കെ, ഇനി അതുപോലെ നോൺ കറണ്ട് അസറ്റ്, ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബിൽഡിങ്, ലാൻഡ്, ഇതൊക്കെ നമ്മൾ മോർ ദാൻ 1 year, അതാണ് നോൺ കറണ്ട്. ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. എന്താ ടാഞ്ചിബിൾ അസറ്റ്, തൊടാൻ പറ്റുന്ന അസറ്റിന് ഉണ്ട്, തൊടാൻ പറ്റും, ഈ മൈക്ക് തൊടാൻ പറ്റും. ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ഇപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വില്ല് അറിയാമല്ലോ, ഗുഡ് വില്ലൊക്കെ ഒരു ഇൻടാഞ്ചിബിൾ. പിന്നെ അതർ ലയബിലിറ്റീസ് ഇൻക്ലൂഡ്, പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൈസ തിരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ്. ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ അത് തിരിച്ച് കൊടുക്കൂല എന്നുണ്ടെങ്കിൽ അത് നോൺ കറണ്ട് ലയബിലിറ്റീസ്. മാർഷലിംഗ് ഓഫ് എന്താ പറയുക അസറ്റ് ആൻഡ് ലയബിലിറ്റി. ആ സ്റ്റേറ്റഡ് above, ബാലൻസ് ഷീറ്റ് ഹാവ് ടു സൈഡ്, രണ്ട് സൈഡ് ഉണ്ട്, അസറ്റ് സൈഡ് ഉണ്ട്, വിച്ച് ഹാവ് വേരിയം ഐറ്റംസ് ഓഫ് അസറ്റ് ആർ കൺസിഡർഡ്. ഓക്കെ, ഒരു സൈഡിൽ അസറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ പല പല അസറ്റ്, ഇതൊക്കെ പോലെ ഗ്രൂപ്പിംഗ്. കറണ്ട് അസറ്റ് ആണ് ഒരു വർഷത്തിൽ. ഈ ക്ലാസിഫിക്കേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൈഡിൽ അസറ്റ്സ് ഉണ്ടാവും, മറ്റേ സൈഡിൽ ഒന്നുണ്ടാവും ലയബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അതായിരിക്കും എന്ത് ഒരു ഫൈനാൻഷ്യൽ ബാലൻസ് ഷീറ്റിന്റെ രൂപം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഒരു സൈഡിലുണ്ട്. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ബാങ്ക്, ലോണ്, ക്യാപിറ്റൽ, ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, ബിൽസ് പേയബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് ആണ് ബിൽസ് പേയബിൾ, ബിൽസ് കൊടുക്കാനുള്ള അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കണം. ദ ബാലൻസ് ഷീറ്റ് മേ ബി പ്രിപ്പയർഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ്. രണ്ട് തരത്തിൽ ബാലൻസ് ഷീറ്റ് ആക്ച്വലി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അതിന് ലിക്വിഡിറ്റി ഓർഡർ ഉണ്ട്, രണ്ടാമത്തത് പെർമനൻസി ഓർഡർ. ഓക്കെ, എന്താണ് വഴിയത്? ഫസ്റ്റ് ലിക്വിഡിറ്റി ഓർഡർ. വാട്ട് ഈസ് മൈ ലിക്വിഡിറ്റി ഓർഡർ? ലിക്വിഡിറ്റി മീൻസ് കൺവേഴ്സിബിലിറ്റി ഓഫ് അസറ്റ്. ഇതൊന്നുമില്ലടാ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി രണ്ടും സെയിം മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള റിസൾട്ട് ഒക്കെ ഉണ്ട്. ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ നോക്കണം. ലിക്വിഡിറ്റി മീൻസ് കൺവേർട്ടബിൾ അസറ്റ്, അസറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന സ്പീഡ് എത്രത്തോളം പെട്ടെന്ന്. ഒരു ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്യാഷ് ആക്കുക എന്ന് പറയുന്നത് ഒന്നുകൂടെ അത്ര ഡിഫിക്കൽട്ടായി, ഡിഫിക്കൽട്ട്. അപ്പോൾ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ എന്താ പെട്ടെന്ന്, കറണ്ട് അസറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാം, മനസ്സിലായി, ഡെപ്റ്റേഴ്സ് പെട്ടെന്ന് ക്യാഷ്. അതെ, ലാൻഡ് നമ്മൾ പെട്ടെന്ന് വിൽക്കൂടാ, അങ്ങനെ വിൽക്കാൻ പാടുണ്ട് ബിസിനസ് എന്ന് കണ്ടിട്ടില്ല. അത് ലോങ് ടേമിലോട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് ഈ ലാൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ലോങ് ടേമിലോട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ കറണ്ട് അസറ്റ് എന്താ, ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നതല്ല. എങ്കിൽ കൂടെ കറണ്ട് അസറ്റൊക്കെ വിത്തിൻ 1 year നമുക്കത് ക്യാഷ് ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് ആണ് നമുക്ക് ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ലിക്വിഡിറ്റി ആണ് പെട്ടെന്ന് ക്യാഷ് ആകും. എവറി അസറ്റ് cannot be converted into cash at the same degree of equity. ഇവിടെ പെട്ടെന്ന് ചിലതൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്യാഷ് എന്ന് പറയുമ്പോൾ ബാങ്കിലുള്ളത് പെട്ടെന്ന് ക്യാഷ് ആക്കാം. അപ്പോൾ അതിന് ബാങ്ക് എന്ന് പറയുന്നത് അതുപോലെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഡെപ്റ്റ് പെട്ടെന്ന് ക്യാഷ് ആൻഡ് കൺവീനിയൻസ് പെട്ടെന്ന് ചെയ്യാം. അസറ്റ്സ് ആർ റിട്ടേൺ ഇൻ ദ ഓർഡർ ഓഫ് ദ ലിക്വിഡിറ്റി. അപ്പോൾ ജസ്റ്റ് ഇത് എന്തിൽ ഡിഫറൻസാ, ഈ ലിക്വിഡിറ്റി ഓർഡറിനും അതുപോലെ തന്നെ പെർമനൻസി ഓർഡർ എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഫറൻസ് ഇൻ എന്താ പറയുക
ഓർഡറിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ. രണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും സെയിം പോലെ തന്നെയാണ്, പക്ഷേ എഴുതുന്ന ഓർഡർ ഡിഫറൻസ്. അതായത് നമ്മുടെ ഒരു ഫോർമാറ്റ് ഒന്ന് നോക്കിക്കോ. ഫസ്റ്റ് നോക്കട്ടെ, ലയബിലിറ്റീസ് നമ്മൾ നോക്കേ. ഇവിടെ ഫസ്റ്റ് ആണ് ലിക്വിഡിറ്റി ഓർഡർ. ഓക്കെ, നോക്കട്ടെ ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തിരിക്കും. കാരണം ക്യാഷ് ഇൻ ഹാൻഡ് ഹൈലി ലിക്വിഡ് ആണ്, നമുക്ക് അതുകൊണ്ട് എന്തും പർച്ചേസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട്. പിന്നെ ഉള്ളത് ക്യാഷ് ഇൻ ബാങ്ക് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വിഡ്രോ ചെയ്ത് അത് ക്യാഷ് ആയിട്ട്. ഓക്കെ, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ നമുക്കത് തിരിച്ചു മേടിക്കാം, ഒന്നുകൂടെ ഹൈലി ലിക്വിഡ് ആണ്. സോ അതുപോലെ തന്നെ നോക്കടാ, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആവും. ബിൽ റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നത്. പിന്നെ നോക്കടാ ഇൻവെസ്റ്റ്മെന്റ്സ്. പിന്നെ നോക്കിയാൽ താഴെ ഫർണിച്ചർ എന്നൊക്കെ പറയുമ്പോൾ അത് വിൽക്കുക എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചോളം പെട്ടെന്ന് വിൽക്കാൻ പറ്റും. ചില കാശ് കിട്ടും, പെട്ടെന്ന് വിൽക്കാൻ പറ്റും. പ്ലാന്റ് ആൻഡ് മെഷീനറി തീരെ വിൽക്കാൻ പറ്റില്ല. ലാൻഡ് ഒരിക്കലും അതെന്തല്ല, ലിക്വിഡിറ്റി കുറവാണ്. ഗുഡ് വിൽ എന്താണ്, ലിക്വിഡിറ്റി കുറവാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഓർഡർ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഇതിന്റെ ഓർഡർ വേണം. ഡെപ്പോ ലിക്വിഡിറ്റി ഇതിലുണ്ടാവും. ഇനി ഇവിടെ ഒരു സൈഡ് ഫുൾ അസറ്റ്, അസറ്റ് ഈ സൈഡിൽ ഫുൾ അസറ്റ് ഉണ്ട്, ഇവിടെ എല്ലാ അസറ്റാണ്. ഇനി ഇവിടെ എന്താ പറയാ ലയബിലിറ്റി. ഫസ്റ്റ് എന്താ, ഓവർ ഡ്രാഫ്റ്റ്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൊടുക്കാനുള്ളത്. ഇതുണ്ടോ കൊടുക്കേണ്ട ഇതിലാണ്. ഓവർ ഡ്രാഫ്റ്റ് എന്താ മാസം ശരിക്കും നമ്മൾ ഓടിയെന്ന് പറയാം, പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഇത് അടുത്ത മാസം തന്നെയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ കൊടുക്കണം, അത് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് കൊടുക്കേണ്ടി വരും. ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾസിന്റെ ഓപ്പോസിറ്റ് ആണ് ബിൽസ് പേയബിൾ. അത് നമ്മൾ പെട്ടെന്ന് കൊടുത്ത് തീർക്കേണ്ടി വരും. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കണം, പിന്നെ ലോണ്, പിന്നെ ക്യാപിറ്റൽ. ഇവിടെ ക്യാപിറ്റലാണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്, കാരണം ക്യാപിറ്റലാണ് നമ്മൾ ലാസ്റ്റ് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് കൊടുക്കേണ്ടത് നമ്മൾ മുകളിലും, താഴെ മെല്ലെ കൊടുക്കേണ്ടത്, അതായത് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് താഴെ. ഓക്കെ, അതുപോലെ തന്നെ ലെസ് ജോയിൻ. ഇവിടെ ക്യാപിറ്റലിന്റെ ട്രീറ്റ്മെന്റ് ആണ്. പ്രോഫിറ്റ് ഇത് നമ്മളിവിടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ കണ്ട നേരത്തെ പ്രോഫിറ്റ് ഇല്ല, നെറ്റ് പ്രോഫിറ്റ് ഫ്രം ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല, ആ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, ലോസ് ആണെങ്കിൽ കുറക്കും, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാം. ലെസ് ഡ്രോയിങ് നേരത്തെ കണ്ടില്ല, ഇവിടെ ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ തിരിച്ചെടുക്കുന്നതാണ് ഡ്രോയിങ്. എന്നിട്ട് ഇത് രണ്ടും ടാലി. അപ്പൊ ഇതെന്ത് ചെയ്യും, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് വെൻ വി ആർ പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ്. എന്തിന്റെ ബേസിസിലും ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൽ ഓരോ സെക്ഷനിലും ഓർഡർ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് പെർമനൻസി ഓർഡർ. പെർമനൻസി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പെർമനന്റ് ആണ്. അപ്പൊ നമ്മുടെ ക്യാഷ് ആണോ ലാൻഡ് ആണോ ഒന്നുകൂടെ പെർമനന്റ് ആണ്, ക്യാഷ് ആക്കാണ്ട് കൺവേർട്ട്. ഓക്കെ, ഒന്ന് നോക്കിക്കോ, ഫോളോയിങ് ദ പെർമനൻസി ഓർഡർ അസറ്റ്സ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് പെർമനന്റ്ലി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടോ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ചേഞ്ച്. പക്ഷെ ലാൻഡ്, മെഷീൻ ഇത് ഇങ്ങനെ ഡെയിലി ചേഞ്ച് ആവും. ഒന്നുകൂടെ പെർമനന്റ് എന്താ, എന്നും നിലനിൽക്കുന്നത്, അതല്ല പെർമനന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കൂടുതൽ നിലനിൽക്കുക ക്യാഷ് ആണോ ലാൻഡാണ്. ക്യാഷ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, മനസ്സില, ബാങ്ക് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിസിൽ ചെയ്തതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ലോങ് ടൈം നോട്ട് ദ മീറ്റ് ഓഫ് റീസെയിൽ ആൻഡ് അസംബ്ലഡ് ഫസ്റ്റ്. ഫോർ എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി എക്സെട്ര റിട്ടേൺ ഫസ്റ്റ്. അപ്പൊ നോക്കി ഗുഡ് വില്ല് എന്ന് പറയുന്ന ആ ബിസിനസ് ഉള്ളിടത്തോളം കാലം ശരിക്കും ഗുഡ് വില്ല്. ഏറ്റവും കൂടുതൽ അസറ്റിന്റെ സൈഡ് നോക്കിക്കോ, ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ആസ് ആരുതാന്ന് ഇവിടെ എഴുതണം. ABC ലിമിറ്റഡ് ആണെങ്കിൽ ABC ലിമിറ്റഡ് ആസ് അറ്റ് എന്നാണ് 31 മാർച്ച് 2014. അതിന്റെ ഡേറ്റ് ഇത് ഇവിടെ എഴുതണം കേട്ടോ. നേരത്തെ ഞാൻ വരുന്നത് ABC ലിമിറ്റഡ് ആണ്. ABC ലിമിറ്റഡ് എല്ലാത്തിനും പേരുമാണ്, പേരില്ലെങ്കിൽ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് അതിന്റെ പേരും വേണം. ഇനി നോക്കടാ ഇതിന്റെ ഫോർമാറ്റ്. ഫസ്റ്റ് അസറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അസറ്റിൽ നോക്കണ്ട ഗുഡ് വില്ല് ഫസ്റ്റ്. ഗുഡ് വില്ലാണ് ആ ബിസിനസ് ഉള്ളിടത്തോളം കാലം അതുണ്ട്, ഗുഡ് വില്ലുണ്ട്. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതൊന്നും പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിന്റെ ഓർഡർ ആണ്, പെട്ടെന്ന് വിൽക്കാൻ. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടാനുള്ളത്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ്. ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെന്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും, ഇവിടെ ഉണ്ടായിരുന്ന ഓർഡർ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓർഡർ അല്ലെ, ഇതിന്റെ തല തിരിച്ചു വെച്ചതാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്
ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് എന്ത് ഇവിടെ ഉണ്ടാവുക. ഇവിടെ അസറ്റ് ഉണ്ട്. ഇവിടെ ഗുഡ്വിൽ ഏതായിരുന്നു? ഏറ്റവും താഴെ ആയിരുന്നു. പക്ഷെ താഴെ പറയുന്ന ഈ ഇതിലെ ഗുഡ്വിൽ ഏറ്റവും മുകളിൽ. ഇനി ഇവിടെ നോക്കണ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്ന ഏതാ? ക്യാഷ് ഇൻ ഹാൻഡ്. ഇവിടെ എത്ര ലാസ്റ്റ് ഉണ്ടായിരുന്ന ഏതാ? ക്യാഷ് ഇൻ ഹാൻഡ്. മനസ്സിലാവുന്നുണ്ടോ ഡിഫറൻസ്? അപ്പോൾ ലിക്വിഡിറ്റി ജസ്റ്റ് ഓർഡറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ സെയിം ആയിരിക്കും. ഈ ഇവിടെ അതേപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ഏതാണ് ഫസ്റ്റ് ഏതുണ്ടായിരുന്നു? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇവിടെയോ? ഇവിടെ ലാസ്റ്റ് ആയിരിക്കും ബാങ്ക് ഓവർ. ഓക്കെ, ഇവിടെ നമ്മുടെ ഇവിടെയും ക്യാപിറ്റൽ കുറച്ച് ശ്രദ്ധിക്കണം. ക്യാപിറ്റലിൽ നോക്കണം, പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് പറഞ്ഞാൽ പൈസ തിരിച്ച് വലിക്കരുത്. അത് എത്ര കുറക്കും വേണം. മനസ്സിലാവും? അതായത് ഇതൊരു എക്സ്പെൻസ് പോലെ. അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ഓഫ് ചെയ്തിട്ട് ഇവിടെ കാണും. ഈ ലോസ് ആണെങ്കിൽ ഇവിടെ ആഡ് ഉണ്ടല്ലോ ലെഫ്റ്റിൽ. ഓക്കെ, പിന്നെ ലോങ്സ് ബാക്കിക്ക് ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഇതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം. അപ്പൊ ഇതാണ് എന്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഫോർമാറ്റ് മതി. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കാര്യം നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നാളേക്ക് അതൊക്കെ കാര്യം പറയും. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ ഉണ്ടാവും? പിന്നെ രണ്ട് ഹോംവർക്ക് ആ ഹോംവർക്ക് ഓക്കെ വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ പഠിച്ചു ഓൾറെഡി. ഇപ്രാവശ്യം നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡ് തന്നെയായിരിക്കും അസറ്റ് സൈഡ്. എപ്പോഴും നമ്മുടെ എന്താ പറയുക വലതുവശമായിരിക്കും അസറ്റ് കേട്ടോ. ലയബിലിറ്റീസ് സാധാരണ അസറ്റ് ഷെയറിൽ ഡെബിറ്റ് ചെയ്യല്ലേ. ഡെബിറ്റ് പറഞ്ഞാൽ ശരിക്കും എവിടെ ഉണ്ടാവുക? നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ തിരിഞ്ഞു പോയിട്ടുണ്ട്. അസറ്റ് വഴി എന്നിട്ട് അതിന് ഓർഡർ ഉണ്ട്. ഓർഡറിന്റെ ബേസിസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ലിക്വിഡിറ്റി ഓർഡർ ഉണ്ട്, രണ്ടാമത്തത് പെർമനൻസി ഓർഡർ. ലിക്വിഡിറ്റി ഓർഡറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഒരു പെർമനൻസി ഓർഡർ. നിങ്ങളിത് രണ്ടും നോട്ടിൽ എഴുതും. ഓക്കെ, എന്നിട്ട് ഈ ഓർഡർ ഒരുപാട് പഠിച്ചിട്ട് വരുവാണ്. എന്നാലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഒന്ന് എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ അതുവരേക്കും അടുത്ത ക്ലാസ്സിൽ ഒന്ന് എന്ത് ചെയ്യും? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താം.